BJP-കാരനായാൽ അല്ലെങ്കിൽ ചെങ്കൊടി പാർട്ടിയുടെ വലിയ നേതാവായാൽ, അതുമല്ലെങ്കിൽ വെള്ളയും ഇട്ടിറങ്ങുന്ന ഏതെങ്കിലും പാർട്ടിയുടെ വലിയ ഏമാനായാൽ നിനക്കൊക്കെ എന്തും കാണിക്കാം എന്നാണോ? അതെ, എന്തും കാണിക്കാം. വേണമെങ്കിൽ ആരെയെങ്കിലും പിടിച്ച് രണ്ടിടിച്ചാൽ പോലും ആരും ചോദിക്കാൻ വരില്ല. ഇതിവിടെ ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ഒഡീഷയിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി യൂണിവേഴ്സിറ്റി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ നമ്മുടെ രാജ്യത്തിന്റെ വരെ നാണം കെടുത്തിയ ഈ സംഭവം? ഇല്ലല്ലേ? മാപ്രകളൊന്നും വേണ്ട വിധത്തിൽ പരിഗണിക്കാത്ത ഈ രാജ്യാന്തര സംഭവത്തിലെ സത്യാവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാം. അഥവാ ഒരു BJP-കാരന്റെ മകന്റെ കൊടും ക്രൂരതയും അതിന് കുടപിടിച്ച യൂണിവേഴ്സിറ്റിയും. പ്രകൃതി ലാംസൽ KIIT-യിലെ ഒരു തേർഡ് ഇയർ BTech വിദ്യാർത്ഥിനിയാണ്. നേപ്പാളാണ് അവളുടെ സ്വദേശം. അത്യാവശ്യം നന്നായി പഠിച്ച് കോളേജിൽ അത്യാവശ്യം ആക്റ്റീവായി നിന്ന അവളുടെ മാറ്റം വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. അവൾ ക്യാമ്പസിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയാണ്. ആദ്യം വളരെ മനോഹരമായി പോയിക്കൊണ്ടിരുന്ന അവരുടെ ബന്ധം പോകെ പോകെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഘട്ടത്തിലേക്ക് എത്താൻ തുടങ്ങി. അവൻ വളരെ ദേഷ്യക്കാരനായിരുന്നു. മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെയായി വളരെ മോശം ഒരു കൂട്ടുകെട്ടായിരുന്നു അവൻ്റെത്. ലക്നൗ ആണ് അവന്റെ സ്വദേശം. അവന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം വലിയൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ഈ കക്ഷി. എന്തായാലും അവരുടെ ബന്ധം മുന്നോട്ട് പോകുന്തോറും ടോക്സിസിറ്റി കൂടി വന്നു. അവന്റെ ഉള്ളിലെ ആ മൃഗം പൂർണ്ണമായും പുറത്തു വരാൻ തുടങ്ങി. പലപ്പോഴും ഓരോരോ കാര്യങ്ങൾ നടത്തുവാനായി അവൻ അവളെ ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. നിലവിൽ പ്രകൃതിയുടേതെന്നും അതുപോലെ ആ പയ്യന്റേതെന്നും കരുതപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ട്. അവൾ കരയുമ്പോൾ അവൻ അവളെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കേട്ടാൽ തന്നെ നമുക്ക് അറയ്ക്കും. നമുക്ക് ഈ വീഡിയോയ്ക്ക് ഇപ്പം അത് വെക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് വെക്കാത്തത്. എന്തായാലും ഇതെല്ലാം അവന്റെ ടോക്സിസിറ്റി ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഒടുവിൽ സഹികെട്ട് ആ പെൺകുട്ടി ആ ബന്ധം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. എന്നാലും അവിടെയും ഒന്നും അവസാനിച്ചിട്ടില്ലായിരുന്നു. അവന്റെ ശല്യം കൂടിക്കൊണ്ടേയിരുന്നു. അതോടെ ആ പെൺകുട്ടി അവനെതിരെ പരാതിപ്പെടാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനായി യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ റിലേഷൻസ് ഓഫീസറുടെ പക്കലേക്ക് പോയി പരാതി കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ യൂണിവേഴ്സിറ്റി ആ പയ്യനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. എന്തായാലും അവന്റെ വഴിക്ക് ആ കുട്ടിയെ പല രീതിയിൽ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. ഭീഷണിപ്പെടുത്തിയും മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചും ഇവൻ ആനന്ദം കണ്ടെത്തി. ഒടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 16 അന്ന് രാത്രി അവളൊരു നിർണായക തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്. ആ സമയത്ത് ക്യാമ്പസിൽ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ക്യാമ്പസ് മൊത്തത്തിൽ ശബ്ദമുഖരിതമാണ്. എല്ലാവരും പല തിരക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയും എല്ലാവരെയും പോലെ കോളേജ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് മുറിയിലേക്ക് മടങ്ങിയതുമാണ്. എന്നാൽ അടുത്ത ദിവസം KIIT യൂണിവേഴ്സിറ്റി ഉണരുന്നത് പ്രകൃതിയുടെ മരണവാർത്ത കേട്ടുകൊണ്ടാണ്. പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല. പോലീസ് ഇതൊരു ആത്മഹത്യയായി മാത്രം കണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് പൊടി തട്ടി അവരുടെ വഴിക്ക് പോയി. ക്യാമ്പസിലെ അധികൃതരാകട്ടെ ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞ പാടെ അവിടെ ഒരു ദുഃഖാചരണം സംഘടിപ്പിക്കുന്നു. പിറ്റേ ദിവസം മുതൽ സാധാരണ പോലെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അല്ലാതെ അതിന് പിന്നിലെ സത്യം അന്വേഷിക്കുവാനോ അവൾക്ക് എന്ത് പറ്റി എന്ന് ഒന്ന് തിരക്കുവാനോ ബന്ധപ്പെട്ടവരാരും എത്തിയതേയില്ല. പക്ഷേ ക്യാമ്പസിലെ കുട്ടികൾ ആരും അടങ്ങിയിരുന്നില്ല. അവർ അവൾക്ക് വേണ്ടി ശബ്ദിക്കുവാനായി ഇറങ്ങി തിരിച്ചു. പക്ഷേ അധികൃതർ അത് അടിച്ചമർത്താനായി അവരും ഇറങ്ങി. അതോടെ പ്രശ്നമാകെ വഷളായി. കോളേജിലെ നേപ്പാളി വിദ്യാർത്ഥികൾ അവൾക്ക് നീതി കിട്ടുവാനായി കഠിനമായി തന്നെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. സർവകലാശാല ശാന്തത പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ ഉത്തരങ്ങളും ഉത്തരവാദിത്തവും ആവശ്യപ്പെട്ടു. പക്ഷേ അതിനെ തിരിച്ചടിച്ചുകൊണ്ട് ആ സർവകലാശാല കാണിച്ചത് നമുക്കൊരിക്കലും പൊറുക്കാനാകാത്ത ഒരു ചെയ്തിയാണ്. ക്യാമ്പസിലെ മുഴുവൻ നേപ്പാളി വിദ്യാർത്ഥികളോടും, അവർ ഏകദേശം 500 പേരോളമുണ്ട്, എത്രയും പെട്ടെന്ന്, അതായത് വെറും ഒരു മണിക്കൂറിനുള്ളിൽ പെട്ടിയും ബാഗും എടുത്തുകൊണ്ട് സ്ഥലം കാലിയാക്കാനാണ് അവർ പറഞ്ഞത്. അതെ, കോളേജിൽ നിന്നും മുഴുവൻ നേപ്പാളി വിദ്യാർത്ഥികളെയും അവർ പുറത്താക്കി. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് നിങ്ങൾ ആദ്യം ഓർക്കണം. അവരുടെ പക്കലാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റോ പണമോ ഇല്ല. മാത്രവുമല്ല, സർവകലാശാലയുടെ അടിച്ചമർത്തലിന്റെ ഭാഗമായി പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികളെ മർദ്ദിക്കുക വരെ ചെയ്തു. തർക്കം രൂക്ഷമായതോടെ നേപ്പാൾ എംബസി ഇടപെടേണ്ടി വന്നു. പിന്നീട് KIIT ഉത്തരവ് പിൻവലിച്ചു. പക്ഷേ സംഭവം സർവകലാശാല അധികൃതരുടെ ഉന്നതാധികാരികളുടെ ഇടപെടലിലേക്ക് വെളിച്ചം വീശാൻ വരെ കാരണമായി. തുടർന്ന് നേപ്പാൾ എംബസിയുടെയും പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെയും ഇടപെടലിനെ തുടർന്ന് സർവകലാശാല നിലപാട് മാറ്റി പറഞ്ഞു. ഇതൊക്കെ കാരണം മാത്രം നിലവിൽ ആ പയ്യനെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. പക്ഷേ എന്നാലും ഒരു കാരണവശാലും സർവകലാശാല ചെയ്ത തെറ്റ് ഇതിലൂടെ ഒന്നും മായ്ക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇല്ലാതാകുന്നില്ല. നമ്മുടെ രാജ്യത്തെ വിശ്വസിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമായി ഒരു കുട്ടി ഇവിടെ പഠിക്കാനായി വരികയാണ്.
പോവുകയാണ്. ആ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട സുരക്ഷ ഇവിടെ ഉറപ്പുവരുത്തുമെന്ന വിശ്വാസത്താൽ തിരികെ പോവുകയുമാണ്. എന്നിട്ടോ ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടായ ഒരു സംഭവമല്ലേ ഇത്? ഇവിടെ നമ്മളും ഒന്നും അറിഞ്ഞില്ല. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രം ചില ഏതാനും നാഷണൽ മാധ്യമങ്ങളിലെ ന്യൂസുകൾ നമ്മൾ കണ്ടു. അല്ലാതെ മാപ്രകൾ ആരും ഈ വിഷയം ചർച്ച ചെയ്തിട്ടേയില്ല. ചിലർക്ക് എന്തെങ്കിലും ലൈംഗിക ചുവയുള്ള വാർത്തകൾ വേണം ഒന്നും മിണ്ടാൻ വേണ്ടി. മറ്റു ചിലർക്കാകട്ടെ ചർച്ച ചെയ്താൽ ചാനൽ റേറ്റിംഗ് കൂടും എന്നൊരു ഉറപ്പ് വേണം. ട്രെൻഡിങ് വാർത്തയാകണം. അതിനും അപ്പുറത്തേക്ക് ഈ പെൺകുട്ടിക്ക് നിഷേധിക്കപ്പെട്ട നീതി ഉറപ്പാക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷേ ഇവിടെ ഉയർന്ന ഒരു ചോദ്യമുണ്ട്. ഇവരൊക്കെ ആരെയാണ് ഈ പേടിക്കുന്നത് എന്നത്. ആരെ പേടിച്ചിട്ടാണ് ആ പയ്യനെതിരെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്നത്. ആ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് അവനെതിരെ ഒരു ആക്ഷനും സ്വീകരിക്കാതിരുന്നത് എന്നത്. ആ പെൺകുട്ടിയുടെ ജീവന് എന്തുകൊണ്ടാ ഒരു വിലയും ആരും കൊടുക്കാത്തത് എന്നത്. ഇതിനൊക്കെ ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ആ പയ്യൻ UPയിലെ BJP ലീഡർ മനോജ് ശ്രീവാസ്തവിന്റെ മകനാണ്, അദ്വിക് വാസ്തവ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേബലിൽ തൊട്ട് കളിക്കാനുള്ള ഭയമാണ് ആ പെൺകുട്ടിയുടെ നീതി നിഷേധിക്കുവാനുള്ള കാരണം. ഇപ്പോൾ എല്ലാവർക്കും ഉത്തരം ലഭിച്ചില്ലേ? പണവും അധികാരവും പ്രതാപവും ഉള്ളവന്റെ ഒപ്പമാണല്ലോ ഇന്നത്തെ നീതി. അതിൽ കൂടുതൽ എന്ത് വിശദീകരണമാണല്ലേ ലഭിക്കാനുള്ളത്? പക്ഷേ നമ്മുടെ രാജ്യത്തെ വിശ്വസിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായി ഇവിടെ വന്ന് പഠിച്ച ആ നേപ്പാളി പെൺകുട്ടിക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ ഒന്ന് ശബ്ദിക്കേണ്ടേ? നിങ്ങൾ തന്നെ പറയൂ. ഇതോടെയും സംഭവം തീരുന്നില്ല. ഒഡീഷ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിച്ചതോടെ ഈ സംഭവം സംസ്ഥാന വ്യാപകമായി കോളിളക്കം സൃഷ്ടിച്ചു. നേപ്പാളി വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാലയിലെ ജീവനക്കാർ നടത്തിയ ശാരീരിക ആക്രമണവും വംശീയ പെരുമാറ്റവും ഒഡീഷ സർക്കാർ വിമർശിച്ചു. നേപ്പാളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കെതിരെ 2 മുതിർന്ന സർവകലാശാല ഉദ്യോഗസ്ഥർ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു. എന്തു തന്നെ ആയാലും ഇതിങ്ങനെ വൈറൽ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഈ വിവരം അറിഞ്ഞത്. അച്ഛൻ BJP-കാരനായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലേബലുള്ള ആളായാൽ ഇവിടെ എന്തും കാണിക്കാം എന്ന അവസ്ഥയുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചത്. അതല്ലേ ആ പാവം പെണ്ണിന്റെ ജീവൻ എടുത്തത്. ഇതിനിയും ഇങ്ങനെ തന്നെ പോകും ഉറപ്പാണ്. വെള്ളയും ഇട്ട ഏത് ഏമാന്റെ മക്കൾക്കും ഇവിടെ എന്തും കാണിക്കാം. കുറച്ച് പ്രതിഷേധിച്ചാൽ പേരിനങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. 5-6 ദിവസം കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തണുത്താൽ ഇറക്കിക്കൊണ്ട് പോരുകയും ചെയ്യും. എല്ലാം നഷ്ടമാകുന്നത് സാധാരണക്കാരന് മാത്രമാണ്. നമ്മൾ മാത്രം എല്ലാ ലോ ആൻഡ് ഓർഡേഴ്സും മുറ പോലെ പാലിച്ച് മര്യാദയ്ക്ക് നടന്നോണം. ഇല്ലെങ്കിൽ വിവരമറിയും. അത്ര തന്നെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് അത്ര മാത്രമാണ്. പ്രകൃതി ലാംസാലിന് എൻ്റെ പ്രണാമം. ഇത്ര മാത്രമേ എനിക്ക് ചെയ്യാനാകൂ.